ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തലച്ചോറ് മരവിപ്പിക്കുന്ന ഒരു സർവൈവൽ ത്രില്ലർ സിനിമയുടെ കഥയാണ്. ഓരോ നിമിഷവും അടുത്തതായി എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്തത്ര സസ്പെൻസ് നിറഞ്ഞ ഒരു കിടിലൻ സ്റ്റോറിയാണിത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു കാട്ടുപാതയിലൂടെ പോകുന്ന രണ്ട് ബസ്സുകളാണ്. ആ ബസ്സുകളിൽ നിറയെ പെൺകുട്ടികളായിരുന്നു. അവരെല്ലാവരും അവരുടെ സ്കൂളിലേക്ക് പോവുകയാണ്. ആ കൂട്ടത്തിൽ മിത്സുകോ എന്ന് പേരുള്ള വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ തന്റെ നോട്ട് ബുക്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ കൂട്ടുകാരികൾ അവളെ കളിയാക്കാൻ തുടങ്ങി. എപ്പോഴും ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ എന്താണ് കിട്ടാൻ പോകുന്നത്? ഞങ്ങൾ എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യുന്നത് കണ്ടില്ലേ? നീയും ഞങ്ങളുടെ കൂടെ അടിച്ചുപൊളിക്ക് എന്ന് പറഞ്ഞ് കൂട്ടുകാരികൾ അവളുടെ നോട്ട്ബുക്ക് പിടിച്ചു വാങ്ങുന്നു. ആ പിടിവലിക്കിടയിൽ മിത്സുകോയുടെ പേന താഴെ വീഴുന്നു. താഴെ വീണ പേന എടുക്കാനായി മിത്സുകോ കുനിയുന്ന ആ നിമിഷം പുറത്തുനിന്ന് അസാധാരണമായി എന്തോ ഒരു സാധനം വലിയ വേഗതയിൽ പാഞ്ഞു വരികയും ആ രണ്ട് ബസ്സിനെയും അതിനുള്ളിൽ ഉണ്ടായിരുന്ന മുഴുവൻ പെൺകുട്ടികളെയും നടുവെ വെട്ടിമുറിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. പേന എടുക്കാൻ കുനിഞ്ഞതുകൊണ്ട് മാത്രം മിത്സുകോ ആ വലിയ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. നിവർന്നു നോക്കുമ്പോൾ അവൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കൂട്ടുകാരികളെയാണ്. ഇതെല്ലാം കണ്ട് ഭയന്നു വിറച്ച അവൾ ആ ബസ്സിൽ നിന്നും പുറത്തേക്ക് ചാടി ഓടാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇവരെ എല്ലാവരെയും വെട്ടിമുറിച്ചത് മറ്റൊന്നുമായിരുന്നില്ല, മറിച്ച് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അസാധാരണ ശക്തിയുള്ള ഒരു കാറ്റായിരുന്നു. ആ കാറ്റിപ്പോൾ മിത്സുകോയുടെ പിന്നാലെയും വരികയാണ്. ജീവനും കൊണ്ട് ഓടുന്ന മിത്സുകോ മുന്നിൽ മറ്റ് 4 പെൺകുട്ടികളെ കാണുന്നു. കുനിയാൻ അവൾ അവരോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അതിനു മുൻപ് തന്നെ ആ കാറ്റ് അവരെയും വെട്ടിമുറിച്ച് കടന്നു പോകുന്നു. അതിൽ ഒരു പെൺകുട്ടിയെ മാത്രം മിത്സുകോയ്ക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. ആ സമയത്ത് കുറച്ചുപേർ സൈക്കിളിൽ അതുവഴി വരുന്നത് അവർ കാണുന്നു. അവരെയും രക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കാറ്റ് അവരെയും വെട്ടിമുറിക്കുന്നു. അതിനിടയിൽ മിത്സുകോ രക്ഷിച്ച ആ പെൺകുട്ടിക്കും ജീവൻ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ മിത്സുകോ എങ്ങോട്ടെന്നില്ലാതെ ഓടി ഒരു നദിയുടെ തീരത്ത് എത്തിച്ചേരുന്നു. എന്നാൽ അവിടെ അവൾ കാണുന്നത് ആ നദി നിറയെ ഇതിനു മുൻപ് ഈ കാറ്റ് കൊന്നൊടുക്കിയ ഒരുപാട് പേരുടെ മൃതദേഹങ്ങളാണ്. അതിൽ ഒരു മൃതദേഹത്തിൽ കിടന്ന വസ്ത്രം എടുത്തണിഞ്ഞ് അവൾ വീണ്ടും നടക്കാൻ തുടങ്ങുന്നു. നടന്നു നടന്ന് അവൾ മറ്റൊരു സ്കൂളിൽ എത്തിച്ചേരുന്നു. അവിടെയും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ യൂണിഫോം മിത്സുകോയുടെ യൂണിഫോമിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്ന് വിശേഷങ്ങൾ ചോദിക്കുന്നു. സത്യത്തിൽ ആ പെൺകുട്ടി മിത്സുകോയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് യാതൊരു പിടിയുമില്ലാത്ത മിത്സുകോ അവളോട് ചോദിക്കുന്നു, നീ സത്യമായും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണോ എന്ന്. പെട്ടെന്ന് അവിടെ വീണ്ടും ആ ഭയാനകമായ കാറ്റ് വീശാൻ തുടങ്ങുന്നു. ഭയന്നുപോയ മിത്സുകോ വേഗം സ്കൂൾ കെട്ടിടത്തിനുള്ളിലേക്ക് ഓടിക്കയറുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവളുടെ കൂട്ടുകാരി ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു വിറയ്ക്കുന്നതെന്ന്. മിത്സുകോ നടന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നു. ഇത് കേട്ട കൂട്ടുകാരി അവളെ ഒരു ജനലിനടുത്തേക്ക് കൊണ്ടുപോയി അവളുടെ കൈ പുറത്തേക്ക് നീട്ടി വെച്ച് പറയുന്നു, നോക്കൂ, ഇതൊരു സാധാരണ കാറ്റ് മാത്രമാണ്, നീ പേടിക്കേണ്ട എന്ന്. ഇത് കേൾക്കുമ്പോൾ മിത്സുകോയ്ക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നു. താൻ ഇതുവരെ കണ്ടതെല്ലാം ഒരുപക്ഷെ ഒരു ദുസ്വപ്നമായിരിക്കാം എന്ന് അവൾ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് മിത്സുകോയുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ മറ്റു 2 കൂട്ടുകാരികളെയും കൂട്ടി ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നു. അവർ 4 പേരും ക്ലാസ്സിന് പുറത്തിറങ്ങാൻ നേരം ഒരു ടീച്ചർ അത് കാണുന്നുണ്ടെങ്കിലും അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. ഓടി അവർ ഒരു തടാകത്തിന്റെ കരയിലെത്തുന്നു. മിത്സുകോയുടെ ബെസ്റ്റ് ഫ്രണ്ട് മറ്റു 2 പേരോടും അവൾ കണ്ട ദുസ്വപ്നത്തെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതിലൊരുവൾ പറയുന്നു, നീ പറഞ്ഞത് ചിലപ്പോൾ സത്യമായിരിക്കും. കണ്ണാടിയിലെ പ്രതിബിംബം പോലെ മറ്റൊരു ലോകം ഉണ്ടാകാം. അവിടെ ഇവിടെ നടക്കുന്നതിന്റെ നേരെ വിപരീതമായിരിക്കും സംഭവിക്കുക എന്ന്. ഇത് തെളിയിക്കാനായി അവൾ ഒരു കല്ലെടുത്ത് തടാകത്തിലേക്ക് എറിയുന്നു. ഈ ലോകത്തിൽ താൻ കല്ലെറിഞ്ഞെങ്കിലും ആ മിറർ വേൾഡിൽ താൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല എന്ന് അവൾ പറയുന്നു. ഇത് പറഞ്ഞതും പെട്ടെന്ന് ആ തടാകത്തിൽ നിന്നും ഒരു വലിയ മുതല ഉയർന്നു വരികയും അതിലൊരു പെൺകുട്ടിയെ വിഴുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റേ ലോകത്ത് നടക്കുക എന്ന്. ഈ ലോകത്ത് അവളെ മുതല പിടിച്ചെങ്കിലും മറ്റേ ലോകത്ത് അവൾ സേഫ് ആയിരിക്കും. അവിടെ തടാകത്തിന്റെ കരയിൽ ഒരു കിടക്കയും തലയിണകളും ഇരിക്കുന്നത് അവർ കാണുന്നു. തലയിണകൾ എടുത്ത് അവർ കളിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ദൂരെ നിന്നും 2 പെൺകുട്ടികൾ ഇവരെ തന്നെ നോക്കി നിൽക്കുന്നത് അവർ കാണുന്നു. അതിലൊരാൾ ഒരു വധുവിന്റെ വേഷത്തിലായിരുന്നു. കാരണം ആ 2 പെൺകുട്ടികളും തമ്മിലായിരുന്നു വിവാഹം കഴിച്ചിരുന്നത്. അപ്പോൾ അവരിൽ ഒരുവൾ പറയുന്നു, നമുക്ക് ഈ ലോകത്ത് അസാധ്യമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, എങ്കിലേ നമ്മുടെ തലവർ മാറ്റി എഴുതാൻ സാധിക്കൂ എന്ന്. ശേഷം അവർ എല്ലാവരും വീണ്ടും ക്ലാസ്സിലേക്ക് തന്നെ തിരികെ പോകുന്നു. ക്ലാസ്സിൽ എത്തിയ മിത്സുകോ തന്റെ സീറ്റിനടിയിൽ ഒരു തലയിണ ഇരിക്കുന്നത് കാണുന്നു. അവൾ അത് എടുക്കാനായി താഴേക്ക് കുനിയുന്ന ആ നിമിഷം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ടീച്ചർ പെട്ടെന്ന് ഒരു തോക്കെടുത്ത് ക്ലാസ്സിലുള്ള എല്ലാവർക്കും നേരെ വെടിയുതിർക്കാൻ തുടങ്ങുന്നു. തലയിണ എടുത്ത് മിത്സുകോ മുകളിലേക്ക് നോക്കുമ്പോൾ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടതായി അവൾ കാണുന്നു.
അവൾ വീണ്ടും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. ആ ടീച്ചർ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്നു, ഈ ക്ലാസ്സിൽ നിന്നും പുറത്തു പോകാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിനക്കുമുള്ള മരണം ഇവിടെ ഉറപ്പിച്ചിരിക്കുകയാണ് എന്ന്. അപ്പോഴേക്കും രണ്ട് പെൺകുട്ടികൾ അവിടെ വന്ന് മിൽസുകോയെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ മറ്റൊരു ടീച്ചർ വന്ന് ആ രണ്ട് പെൺകുട്ടികളെയും കൊന്നുകളയുന്നു. സ്കൂളിൽ ജീവനോടെ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളുടെ കൂടെയും മിൽസുകോ പുറത്തേക്ക് ഓടുന്നു. എന്നാൽ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും അവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. എല്ലാവരും സ്കൂൾ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും വീണ്ടും ആ അദൃശ്യമായ കാറ്റ് വരികയും എല്ലാ പെൺകുട്ടികളെയും വെട്ടിമുറിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി മിൽസുകോ മാത്രം അവിടെ തനിച്ചാകുന്നു. അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട അവൾ നേരെ പോകുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്ന് അവൾ നടന്ന കാര്യങ്ങളെല്ലാം ഒരു പോലീസുകാരിയോട് പറയുന്നു. അപ്പോൾ ആ പോലീസുകാരി ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ സ്കൂൾ യൂണിഫോം ഇട്ടിരിക്കുന്നത് എന്ന്. എന്നിട്ട് അവർ മിൽസുകോയ്ക്ക് മുന്നിൽ ഒരു കണ്ണാടി കാണിച്ചു കൊടുക്കുന്നു. കണ്ണാടിയിൽ നോക്കിയ മിൽസുകോ ഞെട്ടിപ്പോകുന്നു. കാരണം അവളുടെ രൂപം പൂർണ്ണമായും മാറിയിരുന്നു. ആളുകൾ അവളെ മിൽസുകോ എന്നല്ല മറ്റൊരു പേരിലായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് അവളുടെ വിവാഹ ദിവസമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ആ പോലീസ് ഓഫീസർ തന്നെ അവളെ വിവാഹ വേദിയിലേക്ക് കൊണ്ടുപോകുന്നു. വഴിയിലുള്ള എല്ലാവരും അവൾക്ക് വിവാഹ മംഗളങ്ങൾ നേരുന്നുണ്ടായിരുന്നു. അവർ അവളെ ഒരു പള്ളിയിൽ എത്തിക്കുന്നു. അവിടെ മിൽസുകോയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ടായിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മിൽസുകോ അവളോട് ചോദിക്കുന്നു. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നു, ഇപ്പോൾ ഒന്നും മിണ്ടരുത്, നമ്മൾ വേറെ ഏതോ ഒരാളുടെ കൺട്രോളിലാണ്, ഞാൻ പറയുന്നത് പോലെ മാത്രം നീ ചെയ്താൽ മതി എന്ന്. എന്നിട്ട് അവൾ മിൽസുകോയെ ഒരു വെഡ്ഡിംഗ് ഡ്രസ് അണിയിക്കുന്നു. വിവാഹ വേദിയിലേക്ക് നടന്നു നീങ്ങുന്ന മിൽസുകോയെ കണ്ട് അവിടെയുള്ള പെൺകുട്ടികൾ എല്ലാവരും കളിയാക്കി ചിരിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആ പെൺകുട്ടികളെ ഓരോരുത്തരെയായി കൊല്ലാൻ തുടങ്ങുന്നു. മിൽസുകോ വിവാഹ വേദിയിൽ എത്തുമ്പോൾ വരന്റെ സ്ഥാനത്ത് അവിടെ ഒരു ശവപ്പെട്ടി വെച്ചിരിക്കുന്നത് കാണുന്നു. ആ പെട്ടി തുറന്നപ്പോൾ അതിൽ നിന്നും മനുഷ്യന്റെ വലിപ്പമുള്ള ഒരു വലിയ പന്നി പുറത്തേക്ക് വരുന്നു. ഭയന്നുപോയ മിൽസുകോ അവിടെ കിടന്നു പൊട്ടിയ ഒരു കുപ്പിയെടുത്ത് ആ പന്നിയെ ആക്രമിക്കുന്നു. തുടർന്ന് മിൽസുകോയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും ആ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഓടുന്നു. പള്ളിയുടെ ഗേറ്റിൽ വെച്ച് രണ്ട് പെൺകുട്ടികൾ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെയും കൊലപ്പെടുത്തി മിൽസുകോയുടെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ നിന്നും ഓടുന്നു. മിൽസുകോ മറ്റൊരു വഴിയിലൂടെയാണ് ഓടിയത്. തനിക്ക് ചുറ്റും വലിയ എന്തോ ചതി നടക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഓടുന്ന വഴിയിൽ അവൾ വീണ്ടും ഒരു കണ്ണാടിയിൽ നോക്കുന്നു. അവളുടെ രൂപം വീണ്ടും മാറിയിരുന്നു. ഇപ്പോൾ അവൾ ഒരു അത്ലറ്റ് ആയിരുന്നു. അവൾ നിന്നിരുന്ന സ്ഥലത്ത് ഒരു മാരത്തൺ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. കൂടെയുള്ള പെൺകുട്ടികൾ അവളോട് പറയുന്നു, നീ വളരെ നല്ലൊരു ഓട്ടക്കാരിയാണ്, പിന്നെന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന്. ഇത് കേട്ട് അവൾ ഓടാൻ തുടങ്ങുന്നു. ഓട്ടം തുടങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഊർജം ലഭിക്കുന്നു. ആ മാരത്തൺ വിജയിക്കാനായി അവൾ സർവ്വശക്തിയും എടുത്ത് ഓടുന്നു. ഓടുന്ന വഴിയിൽ ഇതിനു മുൻപ് കൊല്ലപ്പെട്ട അവളുടെ കൂട്ടുകാരികളെല്ലാം അവൾക്ക് മുൻപിൽ വരുന്നു. അപ്പോഴേക്കും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു. ഇവരെ പിടിക്കാനായി പള്ളിയിൽ നിന്നും ആ പന്നിയും കുറെ സ്ത്രീകളും അവരുടെ പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു. ഈ ലോകത്ത് നിന്നും പുറത്ത് കടക്കാൻ ഓടുന്ന കൂട്ടത്തിലുള്ള പെൺകുട്ടികൾ മിൽസുകോയോട് പറയുന്നു. ഓടി ഓടി മിൽസുകോ ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹ പോലെയുള്ള സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെ സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു കൂട്ടം പെൺകുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. അവർ മിൽസുകോയോട് പറയുന്നു, ഞങ്ങൾ എല്ലാവരും മരിച്ചവരാണ്, നിന്നെയും ഞങ്ങൾ കൊല്ലുമെന്ന്. എന്നാൽ കൃത്യസമയത്ത് അവിടെ എത്തുന്ന ബെസ്റ്റ് ഫ്രണ്ട് അവരെ കൊന്ന് മിൽസുകോയെ രക്ഷിക്കുന്നു. എന്നിട്ട് ബെസ്റ്റ് ഫ്രണ്ട് മിൽസുകോയോട് അവളുടെ യഥാർത്ഥ പേര് ഉറക്കെ വിളിക്കാൻ പറയുന്നു. മിൽസുകോ ഉറക്കെ തന്റെ പേര് വിളിക്കുന്നതോടെ അവൾ പഴയ രൂപത്തിലേക്ക് തന്നെ മാറുന്നു. അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്വന്തം കൈകൾ നീട്ടിക്കൊണ്ട് പറയുന്നു, എന്റെ കൈകളിൽ ബന്ധിച്ചിരിക്കുന്ന ഈ വയറുകൾ വലിച്ചു പൊട്ടിക്കുക, എങ്കിൽ മാത്രമേ എനിക്ക് ഈ ലോകത്ത് നിന്നും പുറത്തു കടക്കാൻ സാധിക്കൂ എന്ന്. എന്നാൽ ആ വയർ വലിച്ചു പൊട്ടിച്ചാൽ തന്റെ കൂട്ടുകാരി മരിച്ചു പോകുമോ എന്ന് മിൽസുകോ ഭയന്നിരുന്നു. അവൾക്ക് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അത്രമാത്രം ഇഷ്ടമായിരുന്നു. എന്നാൽ അവൾ വീണ്ടും നിർബന്ധിച്ചപ്പോൾ മിൽസുകോ ആ വയർ വലിച്ചു പൊട്ടിക്കുന്നു. അത് പൊട്ടിച്ചതും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ശരീരം രണ്ടായി പിളർന്നു വീഴുന്നു. പെട്ടെന്ന് അവിടെ ഒരു വാതിൽ തുറന്നു വരുന്നു. ആ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ കാണുന്നത് അത് ആണുങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ലോകമാണെന്നാണ്. അവിടെ മുഴുവൻ അവളുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് വന്ന ഒരു ആൺകുട്ടി പറയുന്നു, നീ ഇപ്പോൾ നിൽക്കുന്നത് ഭാവിയിലാണ് എന്ന്. ഇത് കേട്ടതും അവൾ ബോധം കെട്ടു വീഴുന്നു. ബോധം തെളിഞ്ഞു നോക്കുമ്പോൾ അവൾ കാണുന്നത് ഒരു വയസ്സൻ അവിടെ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നതാണ്. അവൻ കളിക്കുന്ന ആ ഗെയിമിലെ ക്യാരക്ടർ മിൽസുകോ തന്നെയായിരുന്നു. അവളെ കണ്ടതും ആ വയസ്സൻ പറയുന്നു, ഞാനാണ് ഈ ഗെയിം ഉണ്ടാക്കിയത്, ഞാനാണ് നിങ്ങളെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് എന്ന്. നീ ഒരുപാട് കാലം മുൻപേ മരിച്ചുപോയതാണ്, എന്നാൽ നിന്റെ DNA ഉപയോഗിച്ച് നിന്നെ ഞാൻ വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എന്ന് അയാൾ പറയുന്നു. ഇതെല്ലാം ഒരു ഗെയിം ആണെന്ന് മനസ്സിലാക്കിയ മിൽസുകോയ്ക്ക് തന്റെ യഥാർത്ഥ ലോകത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്ന് വിശ്വാസം വരുന്നു. ആ ഗെയിമിന്റെ അവസാന ലെവൽ കൂടി പൂർത്തിയാക്കാൻ ആ വയസ്സൻ അവളോട് പറയുന്നു.
അവൾ മുന്നോട്ട് നടക്കുമ്പോൾ തന്റെ കൂട്ടുകാരി പറഞ്ഞ വാക്കുകൾ അവൾ ഓർക്കുന്നു. മറ്റൊരു ലോകത്ത് അസാധ്യമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഈ ലോകത്ത് ചെയ്താൽ നമുക്ക് ഈ ഗെയിമിൽ നിന്നും പുറത്തു കടക്കാം. ഇത് ഓർത്തുകൊണ്ട് അവൾ ആ ഗെയിം നിയന്ത്രിക്കുന്ന ആളുടെ കഴുത്ത് ഞെരിക്കുന്നു. ഇനി ഞങ്ങളെ വെച്ച് കളിക്കുന്നത് നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മിത്സുകോ ആ വയസ്സന്റെ കയ്യിലിരുന്ന വടി വാങ്ങി അയാളുടെ വയറ്റിലേക്ക് തന്നെ കുത്തിയിറക്കുന്നു. ആ വയസ്സൻ അവിടെ വെച്ച് തന്നെ മരിച്ചു വീഴുന്നു. മിത്സുകോ ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇതോടെ മിത്സുകോയുടെ തലവർ പൂർണ്ണമായി മാറുന്നു. ആ ഗെയിമിനുള്ളിൽ അവൾ മരിച്ചെങ്കിലും യഥാർത്ഥ ലോകത്ത് അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. ഗെയിമിലെ മറ്റ് ക്യാരക്ടറുകളും ഇതോടെ സ്വയം മരണം വരിക്കുന്നു. അവർ ഇനി ആ ഗെയിമിന്റെ ഭാഗമല്ലായിരുന്നു. അവസാന സീനിൽ മിത്സുകോ മഞ്ഞുമൂടിയ ഒരു സ്ഥലത്ത് കിടക്കുന്നത് നമുക്ക് കാണാം. അവൾ ഇപ്പോൾ അവളുടെ യഥാർത്ഥ ലോകത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ തലച്ചോറ് പുകയുന്ന ഈ ത്രില്ലർ സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കിടിലൻ സിനിമകളുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.